ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി കഥ പറയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ബാക്കി എന്താണെന്ന് നോക്കാം. സച്ചി രേവതിയോട് പറയുകയാണ്, അതായത് സച്ചി നല്ല ചൂടിലാണുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ രേവതിയെ ചന്ദ്ര എങ്ങനെയൊക്കെയാണോ പ്രശ്നങ്ങളിൽ ഏർപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏർപ്പെടുത്തുകയാണ് അവർ. അപ്പോൾ സച്ചി പറയാണ്, ഈ വീട് അവരുടെ വീടോ? എൻ്റെ അച്ഛൻ ചോര നീരാക്കി അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടാണിത്. അമ്മയ്ക്കുള്ളതുപോലെ തന്നെ ഒരവകാശം അച്ഛനും ഉണ്ട് ഈ വീട്ടിൽ. അല്ലാതെ ഇത് അവരുടെ മാത്രം സ്വന്തം വീടല്ല. അവർ കാരണം ശ്രുതിക്ക് കാശ് കൊടുത്തതും നഷ്ടപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേൽ ഇനി ഒരു അവകാശവും അവർക്കില്ല. അതൊക്കെ ആ കാശിൽ തന്നെ കഴിയും. നീ എൻ്റെ ഭാര്യ. ഈ വീട്ടിൽ എനിക്കും ഉണ്ട് അവകാശം അധികാരമൊക്കെ. അതുപോലെ തന്നെ അത് നിനക്കും ഉണ്ടാകും അവകാശം അധികാരമൊക്കെ. ഈ വീട്ടിൽ നിനക്കും ഉണ്ട് എല്ലാവിധത്തിലുള്ള അധികാരവും അവകാശമൊക്കെ. അപ്പോൾ നീ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. എല്ലാത്തിനും നീ അവർക്ക് മറുപടി കൊടുക്കണം. പറഞ്ഞേ പറ്റൂ, അവരോട് ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് സച്ചി ഓടുകയായിരുന്നു. അപ്പോൾ രേവതി പിടിച്ചു വെക്കുകയാണ്. അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട്, എൻ്റെ പേരിൽ വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്, ഞാനല്ലേ പറയുന്നത്, പ്ലീസ് നിങ്ങളിവിടെ ഇരിക്ക്. സച്ചിയെ ഒരു വിധത്തിൽ രേവതി തണുപ്പിച്ച് അവിടെ ഇരുത്തി. അച്ഛൻ താഴേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെയൊക്കെ സ്റ്റെപ്പിന് താഴെയൊക്കെ വെള്ളം മറിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, ചന്ദ്രേ ചന്ദ്രേ, എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം മറിഞ്ഞ് കിടക്കുന്നത്? ചന്ദ്ര വന്ന് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? 2-3 ആളെ വിളിച്ചാലേ നീ വരുള്ളൂ? അപ്പോൾ അച്ഛൻ അത് കയ്യിലുള്ള സാധനം കൊടുത്തിട്ട് പറയാണ്, ഇതങ്ങ് വാങ്ങിയേ. എന്താ ഇത് കുറച്ച് പൂക്കളും പഴങ്ങളും ഒക്കെയാണ്. അവരുടെ ശാന്തി മുഹൂർത്തമല്ലേ, അതിനെന്താ ഞാൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് മണിയറ അലങ്കരിക്കണോ? നീ ഇത് വാങ്ങിക്ക് ചന്ദ്രേ. വേറെ പണിയൊന്നുമില്ല. അത് വാങ്ങിക്കാൻ അമ്മ വരികയായിരുന്നു. അപ്പോഴേക്കും വെള്ളം വഴുക്കി നല്ലൊരു വീഴല് വീണ്. അപ്പോഴേക്കും അച്ഛൻ എടാ സുധി എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും സുധിയും അവിടെ എത്തി. എന്താ അമ്മേ എന്ന് ചോദിച്ചിട്ട്, ഓ എൻ്റെ കാലി വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അവർ. അപ്പോഴേക്കും സച്ചിയും രേവതിയും അവരും അവിടെ എത്തി. സച്ചി പറയാണ് രേവതിയോട് പിടിച്ചു വെക്കാൻ വേണ്ടി പോകുമ്പോൾ, അയ്യോ നീ പിടിച്ചു വെക്കാനൊന്നും പോകണ്ട, വലിയ വാട്ടർ ടാങ്കൊന്നുമല്ലല്ലോ, അവരെല്ലാവരും ചേർന്ന് തന്നെ പൊക്കിക്കോളും. ഈ ആശ്വസിപ്പിക്കുകയാണ്, അമ്മേ കരയല്ല അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ അയ്യോ എൻ്റെ കാല് പൊട്ടിയെന്ന് തോന്നുന്നു, എൻ്റെ കാല് പൊട്ടി. അവിടെ അച്ചമ്മ വരുമ്പോൾ കാണുന്ന കാഴ്ചയും ഇതാണ്. എന്ത് പറ്റി, എന്തിനാ നീ കരയുന്നേ? അച്ചമ്മ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയാണ്, അച്ചമ്മേ അമ്മ വഴിക്ക് വീണു. അയ്യോ വീണെന്നോ? നീ എന്താ കൊച്ചുകുട്ടിയാണോ, നോക്കി നടക്കണ്ടേ ചന്ദ്രേ എന്നവർ പറയാണ്. സച്ചി ഒന്നും അറിയാത്ത ഭാവത്തിൽ അതാ എണി സ്റ്റെപ്പിൻ്റെ മേലെ ഇരിക്കുകയാണ്. അയ്യോ എൻ്റെ കാല് പോയി, എൻ്റെ കാലിൻ്റെ ഇടുപ്പ് വേദനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞവർ വിലപിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, അമ്മേ കാല് നോക്കമ്മേ എന്നതും പറയുന്നുണ്ട് ഇടയ്ക്ക്. സച്ചി, കാലിൻ്റെ എല്ലോടി ഞാനിങ്ങനെ ഇടുപ്പ് വേദനിക്കുന്നേ, എല്ലടക്കേ ഉണ്ടടാ വേദന? അച്ചമ്മ ചോദിക്കുകയാണ്, ശരിക്കും വീണതാണോ അല്ലെങ്കിൽ അഭിനയിക്കുകയാണോ? അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം പിടിച്ച് ശ്രുതി, അമ്മ എന്തിനാ അഭിനയിക്കുന്നേ? ഇവർക്ക് ശാന്തി മുഹൂർത്തം ഏർപ്പാടാക്കിയിരിക്കുകയല്ലേ, അപ്പം നേരത്തെ ഇവൾ പറഞ്ഞു അത് നടത്തരുതെന്ന്. ഇപ്പം ഇതേ വീഴുകയും ചെയ്തു. മോനെ എനിക്ക് വയ്യടാ. അച്ചമ്മ, ചന്ദ്രേ അത് നടത്താതിരിക്കാനുള്ള അഭിനയമല്ലേ ഇത്? അപ്പോൾ അല്ല അമ്മേ, എൻ്റെ ജീവൻ പോകുന്ന വേദനയാ അമ്മേ എനിക്ക് എന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. സച്ചി ഒന്നും അറിയാത്ത ഭാവത്തിൽ അതായിരിക്കുന്നു. അയ്യോ ഞാൻ നാടകം കളിക്കുന്നല്ല, എൻ്റെ കാലേ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. അമ്മേ എന്ന് വിളിച്ച് ശ്രുതി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചി ആണെങ്കിൽ അതിൻ്റെ ഒന്നും ഭാഗത്തേ പോയിട്ടില്ല. അമ്മേ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ, ഇവളാ താഴെയൊക്കെ വെള്ളമൊഴിച്ചത്. കൊല്ലാൻ നോക്കിയതല്ലേ ഡീനി? അപ്പോൾ രേവതി, അമ്മേ അങ്ങനെ പറയല്ലേ അമ്മേ, ഞാനറിയാതെ. അപ്പോൾ അച്ചമ്മ, രേവതി നീ അതിനാ ഈ സമയത്ത് തറ കഴുകാൻ ഇറങ്ങിയേ? സച്ചി, അത് അവരോട് ചോദിക്കാമേ. അപ്പോൾ അച്ചമ്മ, വിളക്ക് വെച്ചതിന് ശേഷം നിന്നോട് തറ കഴുകാൻ ആരാ പറഞ്ഞേ? വേറെ ആരുമല്ല അച്ചമ്മേ, അമ്മ പറഞ്ഞിട്ടാ ഇവള് തറ കഴുകിയത്. നമ്മളൊരു ദ്രോഹം ചെയ്താൽ അതിൻ്റെ 10 മടങ്ങായിട്ട് നമ്മൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതായിപ്പോൾ സംഭവിച്ചത്. കർമ്മഫലം എന്നുള്ളത് ഞാനിന്ന് നേരിട്ട് കണ്ടു. അച്ചി നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ? മനസ്സിലാവേണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അച്ഛാ. അയ്യോ എൻ്റെ കാല് വേദനിക്കുന്നേ. അമ്മേ നല്ല വേദന ഉണ്ട് അമ്മേ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. എനിക്ക് വയ്യടാ, എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ചന്ദ്ര പറയാണ്, എനിക്കെന്തോ മയക്കം വരുന്നത് പോലെ തോന്നുന്നടാ. അപ്പോൾ സച്ചി, അത് മയക്കമല്ല, അഹങ്കാരം തലയ്ക്ക് പിടിച്ചതിൻ്റെ ലഹരിയാ. ശ്രുതി പറയാണ്, സച്ചി അമ്മ വേദനിച്ച് കരയുന്നത് നീ കണ്ടില്ലേ? നിന്റെ കുത്തുവാക്കൊന്ന് നിർത്ത്. ഈ കാര്യത്തിൽ നിനക്ക് അല്പം പോലും സീരിയസ്നെസ് ഇല്ലേ? ഇല്ല. നിനക്കങ്ങനെയുണ്ടെങ്കിൽ നീ വേഗം എടുത്ത് നിൻ്റെ അമ്മയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ICUയിലേക്ക് കൊണ്ടുപോയി മാറ്റി.
അപ്പോൾ ശ്രുതി കരയാതമ്മേ, അമ്മേ കരയില്ലേ അമ്മേ എന്ന് ശ്രുതി പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, നിങ്ങൾ സംസാരിച്ച് എന്നെ അങ്ങ് കൊല്ല്. എടാ എന്നെ വേഗം ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാ. അച്ഛമ്മ അപ്പം നീ ശരിക്കും വീണത് തന്നെയാണോ? അപ്പോൾ അമ്മ പറയാണ്, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ് കാണിച്ചു തരണോ? അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എന്നെ ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോ. അപ്പോൾ ശ്രുതി, അമ്മയ്ക്ക് അറിയാതമ്മേ, പിന്നെന്താ ഞാൻ പാട്ട് പാടണോ? കൊണ്ടുപോ എന്നെ ഹോസ്പിറ്റലിലേക്ക്. അച്ഛാ ഒന്ന് പിടിച്ച് അച്ഛാ, അച്ഛാ ഒന്ന് പിടിക്ക് എന്ന് പറഞ്ഞ് അമ്മയെ പൊക്കുകയാണ് ശ്രുതി. ആ കാറിൻ്റെ കീ ഇങ്ങോണ്ടാ. അപ്പോൾ ശ്രുതി കാർ എടുക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ ശ്രുതിയുടെ കയ്യിൽ ചാവി കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അച്ഛാ ശ്രദ്ധിക്കണേ. എടാ നീ പേടിക്കണ്ട, ശ്രുതി പറയാണ്, എടാ നീ പേടിക്കണ്ട, അമ്മയ്ക്കൊന്നും ആവില്ല. അപ്പോൾ സച്ചി, അയ്യോ ഞാൻ കാറിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കാറിനൊന്നും സംഭവിക്കരുത് എന്ന്. അച്ഛൻ പോകുന്ന വഴി പറയാണ്, സച്ചി നീ ഫോൺ വിളിച്ച് ശ്രീകാന്തിനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ. എന്താടാ ഇത്, ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് അവൾ വീണു. ശകുനം ശരിയല്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ, എന്ത് ചെയ്യണമെന്ന് അപ്പം തീരുമാനിക്കാം. അപ്പോൾ രേവതി, പാവം അമ്മ. സച്ചി, എന്ത് പാവം, ചെയ്തതിനുള്ള ശിക്ഷ കിട്ടിയതാ. നിന്നെ കുറേ കഷ്ടപ്പെടുത്തിയില്ലേ അവർ, അതിനായി ഈ വീഴ്ച. നല്ല വേദനയുണ്ട്, ഇതെങ്ങനെ സഹിക്കും അമ്മ. അപ്പോൾ സച്ചി, അയ്യേ നീ ഇത്രയും നല്ലവളാവല്ലേ, അവർ ചെയ്തതിനുള്ള കൂലിയാണ് കിട്ടിയത്, അതായത് നല്ല മനസ്സുള്ള നിന്നെ കഷ്ടപ്പെടുത്തിയതിന്. നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കത് സഹിച്ചില്ല, അതായി ഈ ശിക്ഷ കൊടുത്തത്. മനസ്സിലായോ? എവിടെ, നിനക്കൊന്നും മനസ്സിലാവില്ല, പാവം പോലും. സച്ചി അച്ഛമ്മയോട് ചോദിക്കുകയാണ്, അച്ഛമ്മ ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു മോനെ. ആ എന്നാൽ പോയി ഉറങ്ങിക്കൂടെ? എന്തിനാ പിന്നെ ഇവിടെ ഇരിക്കുന്നേ? നിൻ്റെ അമ്മ വരട്ടെ, അവർ ആശുപത്രിയിലല്ലേ ഉള്ളത്. എന്താവോ എന്തോ. അപ്പോൾ സച്ചി, എന്താവാനാ, വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല. ആ നിലവിളി കേട്ടിട്ടൊന്നും അച്ഛമ്മ പേടിക്കണ്ട, ഒരു ചെറിയ മുള്ളു തറച്ചാൽ പോലും നാട് നീളെ നിലവിളിക്കും അമ്മ. ഇത് പറയുമ്പോഴേക്കും അവർ തിരിച്ചെത്തി. അച്ഛനോ ശ്രുതിയോ അപ്പുറം ഇപ്പുറം പിടിച്ചിട്ട് താങ്ങി പിടിച്ചിട്ട് അമ്മയെ കൊണ്ടുവരികയാണ്. അമ്മയുടെ കാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അയ്യോ അയ്യോ അമ്മേ എന്നൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ രേവതി ഓടിയിട്ട് അവരെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ സച്ചി അവരുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് സച്ചി അപ്പോഴേക്ക് പറയാണ്, അച്ഛമ്മേ ഇത് കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നറിയോ? അവൻ രണ്ട് കൈയൊക്കെ പൊക്കിയിട്ട് ആനന്ദ നടനം എന്നും പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുകയാണ്. എനിക്കങ്ങനെ ആഹ്ലാദ നൃത്തം ചെയ്യാൻ വേണ്ടി തോന്നുക. അപ്പോൾ അമ്മ പറയാണ്, നീ സന്തോഷിക്കടാ, നീ സന്തോഷിക്കേ. ശ്രുതി, സച്ചി അമ്മ വേദന കൊണ്ട് പൊളയുമ്പോൾ നീ സന്തോഷിക്കുകയാണോ? എന്നെയും ഇവിടെയൊക്കെ വേദനിപ്പിച്ചിട്ട് സന്തോഷിക്കല്ലേ നിൻ്റെ അമ്മ? എടാ ശ്രുതി, നീ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്നെ ഒന്ന് ഇരുത്ത്, നീ അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കല്ലേ. അവിടെ കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തി. എന്നിട്ട് അപ്പോൾ സച്ചി പറയാണ്, ഓ വലിയ ബാൻഡേജൊക്കെ ഉണ്ടല്ലോ, നേരാവണ്ണം നടക്കാനേ പറ്റില്ല. അച്ഛൻ, ബാൻഡേജ് ഉണ്ടെന്നേ ഉള്ളൂ, എല്ല് പൊട്ടിയിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് ഉളുക്കിയതേ ഉള്ളൂ. ഉളുക്കോ, നിസാരാക്കല്ലേ, എൻ്റെ വേദന എനിക്കല്ലേ അറിയൂ. അപ്പം അച്ഛമ്മ, നല്ല വേദനയുണ്ടോ ചന്ദ്രേ? അയ്യോ സഹിക്കാൻ പറ്റുന്നില്ലേ, ഞാൻ കിടപ്പിലാവുകയേ, എനിക്ക് കാട്ടിൽ നിന്ന് എണീക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ കല്യാണം നിർത്തി വെച്ചേ. അപ്പോൾ ശ്രുതി ചോദിക്കാണ്, എന്തിനാ കല്യാണ തീയതി മാറ്റി വെക്കുന്നത്? അപ്പോൾ സച്ചി, എടാ നിൻ്റെ പെറ്റമ്മയല്ലേ അത്, ആ അമ്മ ഇങ്ങനെ എണീക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ നിനക്ക് കല്യാണം കഴിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നടാ? അത് ഞാൻ പിന്നെ ബബ്ബ. അപ്പോൾ ചന്ദ്ര പറയാണ്, എന്തിനാടാ കല്യാണം നിർത്തി വെക്കുന്നത്? ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. മരിച്ചു കിടന്നാലും ഇവൻ കല്യാണം നടത്തും. ഏട്ടാ എന്താ ഇത്? ശ്രീകാന്ത് പറയാണ്, അച്ഛമ്മേ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഉളുക്കേ ഉള്ളൂ, പെട്ടെന്ന് ശരിയായിക്കോളും. അപ്പോൾ ചന്ദ്ര, ശരിയാവുമൊന്നുമില്ല, ഡോക്ടർക്ക് എന്താ അറിയാം, എനിക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ അച്ഛമ്മ, രവി സമയം 10 മണി കഴിഞ്ഞു, ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിച്ചത് 9 മണിയാണ്. മാത്രമല്ല മുഹൂർത്തത്തിന് മുമ്പ് ഇവൾ വീണു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ശകുനം ശരിയല്ല രവി, ശാന്തി മുഹൂർത്തം ഇന്നിനി നടക്കില്ല. പിന്നീട് ജ്യോത്സ്യനെ വിളിച്ച് ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കാം. അപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു ചിരി വന്നു. അപ്പോൾ അതിനിടയിൽ അച്ഛമ്മ ചോദിക്കുകയാണ്, എന്തൊരു നാക്കാടി നിൻ്റെ, ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നീ അത് നടക്കരുത് എന്ന് പറയല്ലേ, അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അപ്പോൾ ചന്ദ്ര, ഞാൻ പറഞ്ഞത് തന്നെ ദൈവത്തിന് തോന്നി, അതാ നടക്കാതെ പോയത്. അച്ഛൻ, അതെ നീ എന്തിനാ പറഞ്ഞതെന്ന് നമുക്ക് നന്നായിട്ടറിയാം, പിന്നെ അതിൻ്റെ ഇടയിൽ ദൈവത്തിനെ വെറുതെ വലിച്ചിഴക്കണ്ട. ഇനി എന്തായാലും ശ്രുതിയുടെ വിവാഹം നടക്കട്ടെ, അതിനുശേഷം ശാന്തി മുഹൂർത്തത്തിൻ്റെ ദിവസം കുറിക്കാം. നിനക്ക് വീഴാൻ കണ്ട ഒരു സമയം. അപ്പം അമ്മ, എന്തിനാ എന്നെ പറയുന്നത്? ഇവള് തറയിൽ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഞാൻ വീണത്. അപ്പോൾ സച്ചി, ഇവളല്ല, ഞാനാ ബക്കറ്റിലെ വെള്ളം തറയിൽ ഒഴിച്ചത്.
രേവതിയോട് പിന്നെ എന്തിനാ തറ തുടക്കാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ? ഇവളുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇവിടെ വന്നല്ലോ. അപ്പോൾ അവർ വന്നതുകൊണ്ട് ഈ വീട് അശുദ്ധമായി പോയി അത്രേ. അതുകൊണ്ടാണ് തുടക്കാൻ പറഞ്ഞത്. മഹാഭാവി അച്ഛൻ പറയാണ്, എന്താ ചന്ദ്രേ നീ പറഞ്ഞേ? ഇത്രയ്ക്ക് അഴുക്ക് പിടിച്ചതാണോ നിൻ്റെ മനസ്സ്? അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എന്തിനാ അമ്മേ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ഏട്ടത്തി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും? അപ്പോൾ ചന്ദ്ര, ഞാൻ മറ്റൊന്നൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല, ഞാൻ സാധാരണ പറയുന്നത് പോലെ പറഞ്ഞതാ. ഒന്ന് പറഞ്ഞത് 10 ഇരട്ടിയാക്കിയതാ ഇവള്. സച്ചി, 1 2 പറഞ്ഞത് സത്യമല്ലേ? അച്ഛമ്മ, നീ എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അപ്പോൾ അച്ഛൻ പറയാണ്, ഇവളങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് തന്നെ മോളെന്തിനാ ബക്കറ്റും വെള്ളമായിട്ട് ഇറങ്ങിയേ? നീ ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ. നിൻ്റെ വീട്ടുകാർ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അശുദ്ധമാവുകയല്ല ചെയ്തത് വീട്, ഐശ്വര്യമുള്ളതായിട്ട് മാറിയെന്നാ പറയേണ്ടത്. അച്ഛൻ, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ തെറ്റായിപ്പോയി. ഇവളെ ഇവിടെ തന്നെ കിടക്കണമായിരുന്നു. അച്ഛമ്മ, മക്കൾക്ക് ചെയ്യേണ്ട നല്ല കാര്യം നീ മുടക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മോള് വാ എന്ന് പറഞ്ഞ് രേവതിയെ അച്ഛമ്മ കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ പറയാണ്, ചന്ദ്രൻ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രേവതിയെ സങ്കടപ്പെടുത്തരുത് എന്ന്. ഇനി ഇത് ആവർത്തിക്കരുത്. എൻ്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. അതും പറഞ്ഞ് അച്ഛനും പോയി. ഇവൻ തരാനുള്ള പണത്തിന് ഈ തലയെ തൊട്ടാണ് സത്യം ചെയ്തിട്ടുള്ളത്, സച്ചി പറയാണ്. പണം ഇതുവരെ തന്നിട്ടുമില്ല. സത്യം ചെയ്തതല്ലേ, അതാ ഇങ്ങനെ പറ്റിയത്. ഇതൊരു സൂചന മാത്രം. അടുത്തത് എന്താവോ ആവോ, ആർക്കറിയാം. ശ്രീകാന്തും അവിടെ നിന്ന് പോയി. അപ്പോൾ ശ്രുതി പറയാണ്, എടാ ശ്രീ, അമ്മയെ എല്ലാവരും ഇവിടെ ഇട്ടേച്ച് പോയി. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അമ്മയെ റൂമിലെത്തിക്കുന്നത്? അമ്മ വാ എന്തായാലും. നീ എന്നെ വിടറാ എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്, വീണാലെന്താ, അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാതെ പോയില്ലേ? സന്തോഷമായി എനിക്ക്. അപ്പോൾ ശ്രുതി ചോദിക്കാണ്, അപ്പോൾ അമ്മ കരുതിക്കൂട്ടി വീണതാണോ? ഏയ് അല്ല, ഞാൻ വഴുക്കി വീണത് തന്നെയാ. എന്തോ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. നിൻ്റെയും ശ്രുതിയുടെയും വിവാഹം ആദ്യം നടക്കണം. നിങ്ങൾക്ക് നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി പിറക്കണം. അതാ അമ്മയുടെ ആഗ്രഹം. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയെയും മകനെയുമാണ്. അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ അവിടെ ഒരു ആൻറ്റി വന്നിട്ട് പറയാണ്, മോനെ ആദ്യക്കുട്ടി സ്കൂളിൽ പോവുക? അതെ, ഞാൻ സ്കൂളിൽ പോവുക. അമ്മമ്മ വന്നിരിക്കുകയല്ലേ, നമുക്ക് കളിക്കാം. ഞാനിന്ന് പോകുന്നില്ല മോനെ. മോനെന്തായാലും സ്കൂളിൽ പോയിട്ട് വാ. അതി ചെല്ല് മോനെ, പോയി ബാഗെടുത്ത് കൊണ്ടുവാ. സമയം ഒത്തിരിയായി. അവരുടെ അനിയത്തിയാണ് വന്നത്. അതും അവന് അമ്മമ്മ തന്നെയാണ്. അപ്പോഴാണ് നേരത്തെ ഒരാൾ ഫോളോ ചെയ്ത് വന്നില്ലേ, അയാൾ വേറൊരു രീതിയിൽ അവിടെ വരികയാണ്. അതായത് എന്ന് പറഞ്ഞാൽ സെൻസസ് എടുക്കാൻ വരുന്ന രീതിയിലാണ് വരുന്നത്. ഞാൻ തന്ന പൈസ കല്യാണിക്ക് കൊടുത്തില്ലേ? കൊടുത്തു. അവൾ നന്ദിയും പറഞ്ഞു. അതൊക്കെ എന്തിനാ, എനിക്കും അവൾ മോള് തന്നെയല്ലേ. അവൾ നന്നായിട്ടൊന്ന് ജീവിച്ച് കണ്ടാൽ മതി എനിക്ക്. അപ്പോൾ അവർ പറയാണ്, കല്യാണത്തിന് 2 ദിവസം മുമ്പേ നമുക്ക് പോകണം. അപ്പോൾ അവളുടെ അമ്മ പറയുന്നു, വേണ്ട വിദ്യ, കല്യാണത്തിന് നമുക്ക് പോകണ്ട. കല്യാണത്തിന് വരണ്ടെന്ന് കല്യാണി പറഞ്ഞോ? പറഞ്ഞു. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞേ? നമ്മൾ അവളോട് എന്ത് തെറ്റാ ചെയ്തേ? കല്യാണിയുടെ കല്യാണം കഴിഞ്ഞതും അവൾക്ക് കുട്ടിയുള്ളതും ഒന്നും അവളുടെ അവളെ കെട്ടാൻ പോകുന്നവരുടെ വീട്ടുകാർ അറിയില്ല. അത് പിന്നെ നമ്മൾ ചെന്നാൽ, അപ്പോൾ അവർ ചോദിക്കുകയാണ്, അവൾ ഇതുവരെ അവരോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ കല്യാണം നടക്കില്ല എന്നുള്ള ഒരു പേടിയാണ് അവൾക്ക്. ഇങ്ങനെ ഒരു വിഷയം എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റും? അറിയില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞതാ, പക്ഷേ അവൾ കേൾക്കുന്നില്ല. അവളുടെ വിവാഹം നടക്കുന്നത് വരെ അവൾ കല്യാണം കഴിച്ചതാണെന്നും കുട്ടിയുണ്ടെന്നും ഉള്ള വിവരം അവർ അറിയരുത് എന്നാണ് അവൾ പറഞ്ഞത്. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാലോ. അറിയാം, പക്ഷേ അവിടെ ആർക്കും അറിയില്ല. അവളൊന്നും പറഞ്ഞും ഇല്ല. നിന്നോടാരെങ്കിലും ചോദിച്ചാൽ സത്യം പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. അപ്പോഴേക്കും മോൻ റെഡിയായി വന്നു. എന്നിട്ട് പറയാണ്, അമ്മുമ്മേ പോകാം. പോകാം. വിദ്യേ, നീ ഇവിടെ ഇരിക്കേ, ഞാനിവനെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വരാം. ശരി. അമ്മുമ്മയും മകനും പോകുന്നത് ദൂരെ നിന്നേ അവൻ കണ്ടു. എന്നിട്ട് മെല്ലെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ബെല്ലടിച്ചു. അപ്പോൾ വിദ്യ പോവുകയാണ് കതക് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആരാ? എന്താ? ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ, കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളുടെ വീടാ? അല്ല, എൻ്റെ ചേച്ചിയുടെ വീടാ. നിങ്ങൾ ഇവിടെയാണോ താമസം? അല്ല, ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അവരുടെ പേരെന്താ? അവർ വിമല. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. കൂടെ വേറെ ആരും ഇല്ലേ? ഇല്ല.
ആ, കഴിഞ്ഞ തവണ കണക്കെടുക്കാൻ വന്നപ്പോൾ കല്യാണി എന്ന പേരുള്ളൊരു പെണ്ണുണ്ടായിരുന്നല്ലോ. കല്യാണി എൻ്റെ ചേച്ചിയുടെ മകളാ. പക്ഷെ അവളിപ്പോൾ ഇവിടെയല്ല താമസം, തിരുവനന്തപുരത്താ. ഒരു കുട്ടിയുണ്ടല്ലോ ആദി എന്ന് പേരുള്ള, അത് കല്യാണിയുടെ ആ കല്യാണിയുടെ ഏട്ടൻ്റെ മകനാ. ഓ, അങ്ങനെ ഒരു ഏട്ടൻ്റെ പേര് ലിസ്റ്റിൽ ഇല്ലല്ലോ. അത് സ്വന്തം ഏട്ടനല്ല, ബന്ധത്തിലുള്ള ഒരു ഏട്ടനാണ്. അയാൾ പുറത്താ, കുട്ടിയെ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. അപ്പോൾ അവൻ കല്യാണിയുടെ മകനല്ലേ? ഏയ് അല്ല, കല്യാണി വിവാഹം കഴിച്ചിട്ടില്ല, അവൻ നമ്മുടെ ബന്ധുവിൻ്റെ മകനാ. പിന്നെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറിപ്പോയി. ഇവർ കള്ളം പറയാണ്, എന്തോ പന്തികേടുണ്ടല്ലോ. അപ്പോഴാണ് അവൻ ഓടി വന്ന് വേറൊരു സ്ത്രീ അതുവഴി വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ആ വീട്ടിലെ ആരൊക്കെയാ താമസം എന്നറിയാവോ? ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ, നിങ്ങളാരാ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ആ വീട്ടിൽ ആരെയും കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഈ വീട്ടിലിപ്പോൾ വിമലയും അവരുടെ പേരക്കുട്ടി ആദിയുമാണ് താമസം. കുട്ടിയുടെ അമ്മ ഇവിടെ വരാറില്ലേ? ഇല്ല, അവർ തിരുവനന്തപുരത്താ, അവിടെയാ ജോലി ചെയ്യുന്നത്. ഓ, എന്താ അവരുടെ പേര്? കല്യാണി. കല്യാണിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുക? അയാൾ മരിച്ചുപോയി. ഓ, ചെറിയ വയസ്സിലേ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അവളേക്കാൾ പ്രായം കൂടിയ ഒരാളെയാണ് കല്യാണം കഴിച്ചത്. കുട്ടി പിറന്ന് അധിക നാൾ കഴിയുന്നതിന് മുമ്പേ അയാൾ അസുഖം വന്ന് മരിച്ചുപോയി. പാവം പെണ്ണ് ചെറിയ പ്രായത്തിലേ വിധവയായി. ശരി, എന്നാൽ ഞാൻ പിന്നീട് നേരിട്ട് വന്ന് അവരെ കണ്ടോളാം. ഓ ശരി. അവന് അവരുടെ അടുത്ത് നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി. കല്യാണി, നീ ശ്രുതി എന്നുള്ള പേരിൽ അവിടെ വിലസ് അല്ലേ? കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കുട്ടിയുണ്ട് അല്ലേ? എന്നിട്ട് നീ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോഴാണ് ശ്രുതി അവനെ അടിച്ചതായിട്ട് ഓർക്കുന്നത്. അപ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് മതി എനിക്ക്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതി എന്നെ അടിച്ചില്ലേ, പകരം നീ വന്ന് എൻ്റെ കാൽക്കൽ വീഴും. ആണാടി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.